മണ്ണ് പരമ്പരാഗത തൊഴിലാളികൾ കയ്യിലെടുത്ത് മണത്ത് നോക്കി, ചിലർ നാവിൽ വെച്ച് നോക്കി, ചില അവിടുത്തെ പ്രകൃതിയിലെ ജീവികളുടെ ചില വയലുകളിൽ, അത് വടക്കൻ ജില്ലകളിലൊക്കെ പറയും, ചിലതരം ഞണ്ടിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ കളിമണ്ണിന് അവിടെ കളിമണ്ണ് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില രീതികളുണ്ട്. ഇപ്പോൾ കമ്പനിയിൽ പോയി ഒരു ലോഡ് മണ്ണ് മേടിച്ച് 2-3 ആഴ്ച പണിതു, അത് കഴിഞ്ഞു. ഇനി കമ്പനി പോയി മേടിക്കണം. ഒരു തറയോടൻ്റെ മണ്ണിന് 8 രൂപയാണ്. നമ്മളിപ്പോൾ ഭൂപ്രകൃതി എടുത്ത് നോക്കുമ്പോൾ നമ്മൾ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം കളിമണ്ണ് നിക്ഷേപമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഇതിന് വല്ലാത്തൊരു എനർജിയാണ് നമ്മൾ ഈ മണ്ണിൽ വർക്ക് ചെയ്യുമ്പോൾ. അത് കൃഷി ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ മണ്ണിൽ ശില്പം ചെയ്യുമ്പോൾ മണ്ണ് പിടിക്കുമ്പോൾ ഉണ്ടാകും വേറെ ഫീലാണ്. അത് വല്ലാത്തൊരു എനർജി ഉണ്ടാകുന്നത് മണ്ണിൽ. അത് വേറൊരു മീഡിയത്തിലും കിട്ടില്ല. അത് മണ്ണിനുള്ളൊരു പ്രത്യേകത, ഇവർ കൃഷിക്കാരൻ മണ്ണിൽ പണി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത് മണ്ണിൽ നിന്നിട്ടാണ്. മണ്ണിനെ ഇന്നത്തെ സാഹചര്യത്തിൽ കളിമണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് ക്വാളിറ്റി എടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ വരുന്ന കളിമണ്ണ് നമുക്കിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരും, ചിലപ്പോൾ പാലക്കാട് ഭാഗത്തു നിന്ന് കിട്ടും, ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും വരുന്നത്. ഈ മണ്ണ് എല്ലാം ഒറ്റയടിക്ക് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കി അതിൽ മണലിൻ്റെ കുറവുണ്ടെങ്കിൽ മണൽ ചേർത്ത് സാധനത്തിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അത് ആദ്യം ഒരു ഇതിൽ ടാങ്കിലിട്ടിട്ട് അരയ്ക്കുന്ന മെഷീനിലിട്ട് അരച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചക്രത്തിൽ വെച്ചിട്ട് തന്നെ രൂപം മെനഞ്ഞെടുത്തിട്ട് അത് ഉണങ്ങി സെമി ഹാർഡാവുന്ന സമയത്ത് ജോയിനിങ് ഉണ്ടെങ്കിൽ ജോയിനിങ് ചെയ്യും. ഫിനിഷ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മേലെ ചിത്രപ്പണികൾ ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്ത് ഒരാഴ്ചയോളം ഉണങ്ങിക്കഴിഞ്ഞാൽ ചൂളയിൽ കയറ്റാം. ഉണക്ക് കഴിഞ്ഞാൽ ചൂളയിൽ കയറ്റി ചുട്ടെടുക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചൂളയിൽ വെച്ചാൽ നമ്മൾ ഗ്രാജുവലി, ഇപ്പോൾ ഇവിടുത്തെ ചൂളയിൽ 3-ാമത്തെ ദിവസം ഞങ്ങൾ ഫയറിങ് നടത്തുള്ളൂ. സ്മോക്കിംഗ് ഉണ്ട്, സ്ലോ ഫയറിംഗ് ഉണ്ട്, ഫാസ്റ്റ് ഫയറിംഗ്, അങ്ങനെ പറഞ്ഞിട്ട് ആ പ്രോസസ്സ് തീരുമ്പോഴേക്കും 4 ദിവസം ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഫയറിങ്. അതിന് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന് കുറച്ച് മെത്തേഡുകളുണ്ട്. ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നമ്മൾ പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചിട്ട് ത്രോയിങ് മെത്തേഡിൽ മെനഞ്ഞെടുക്കുന്ന രീതി, മെനയുക എന്ന് പറയുന്നത് തന്നെയാണ് അതിൽ പണ്ട് പോലെ ഉപയോഗിക്കുന്ന ചക്രത്തിൽ മെനഞ്ഞെടുക്കുന്ന തിരുവ എന്നാണ് അതിന് പേര്. അന്നത്തെ തിരുവ എന്ന് പറയുന്നത് മാനുവലായിട്ട് കറക്കുന്ന ചക്രമായിരുന്നു. ഇന്നിപ്പോൾ ഇലക്ട്രിക്കലി കറങ്ങുന്ന ചക്രമുണ്ട്. അതിൽ മെനഞ്ഞെടുക്കാൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മൾ ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാം. കുറേ നാളത്തെ നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ പ്രൊഫഷണലായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ക്ലേ പോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തെറാപ്യൂട്ടിക് ആണ്. മെയിൻലി നമ്മളിപ്പോൾ ഒരു വീലിൽ അല്ലെങ്കിൽ കുറച്ച് കളിമണ്ണ് നമ്മുടെ കയ്യിൽ, ക്ലേ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്നെ നമ്മളിപ്പോൾ നല്ല ടെൻഷനായിട്ടിരിക്കുന്ന ഒരാൾ, എക്സാമ്പിൾ എന്തെങ്കിലും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ആൾ വിചാരിക്കണം, അതായത് എനിക്ക് ക്ലേയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഒന്ന് ക്ലേ എടുത്ത് കയ്യിലെടുത്ത് എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാൽ തന്നെ ആൾ അതിനകത്ത് ഫോക്കസ്ഡ് ആവും. അയാൾ അറിയാതെ തന്നെ ഫോക്കസ്ഡ് ആവും. ഇപ്പോൾ അത് ഇപ്പോൾ എസ്പെഷ്യലി നമ്മളൊരു ക്ലേ എടുത്ത് നമ്മൾ ചുമ്മാ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഷേപ്സ് മാറും. സോ അതിനകത്ത് തന്നെ മൈൻഡ് നമ്മൾ അതിനകത്ത് മാറുകയാണ് അപ്പോൾ തന്നെ അറിയാതെ. അത് ആൾ പിന്നീട് ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ പോകുന്നതറിയില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് അത് മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്യും. ശില്പം ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 കൈയും ഒരേപോലെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവും. ഫിസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 സെർബറോ ഒരേ സമയത്ത് ആക്ടിവേറ്റ് ആവുന്ന ഒരു പ്രോസസ്സാണ് ഈ ശില്പത്തിൻ്റെ എല്ലാ മേഖലയിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ക്ലേയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആളുടെ വർക്ക്സ് കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും ആളുടെ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അത് എല്ലാവർക്കും പല ആൾക്കും പല പല ഐഡിയാസ് ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ ആളുടെ കറണ്ട് മൂഡ് എന്താണെന്നുള്ളതും ആ ഒരു വർക്ക് ചിലപ്പോൾ അത് കാണിച്ചു തരും. ആൾ എന്താണ് ചിന്തിക്കുക, ആൾ ഡിസ്റ്റർബ്ഡ് ആണോ, ആൾ ഓക്കെ ആണോ, പിന്നെ ആളുടെ പറഞ്ഞ പോലെ ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെ ആ ഒരു വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനകത്ത് വേറെ നമ്മൾ അതിനെ ഒരു നെയിം ഇടണമെന്ന് ഒന്നും കാര്യമില്ല. ആ ഒരു വർക്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ റീഡ് ചെയ്തെടുക്കാൻ പറ്റും ആളെന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അതൊരു കുറച്ച് ആർട്ട് റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും.
ശില്പങ്ങൾ എപ്പോഴും റിലേറ്റ് ചെയ്തിരിക്കുന്നത് അത് നിൽക്കുന്ന സ്ഥലവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ റൂമിനകത്ത് ഒരു ശില്പം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നതും പുറത്ത് അത് ഡിസ്പ്ലേ ചെയ്യുന്നതും രണ്ടും തമ്മിൽ വിഷ്വലി ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവും. ടെറക്കോട്ട ആൻഡ് മഡ് പ്രോഡക്റ്റ്സ് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിൽ കൊണ്ടുവരുമ്പോൾ നമുക്കത് ഡിഫറെൻറ്റ് സ്റ്റൈൽസിലേക്ക് കൊണ്ടുവരാം. മേ ബി റസ്റ്റിക് പ്രോജക്ട്സിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഭയങ്കര എർത്തി പ്രോജക്ട്സിൽ കൊണ്ടുവരാം, അതുപോലെ തന്നെ ഭയങ്കര മോഡേൺ സ്ലീക്ക് അങ്ങനെയുള്ള രീതിയിലും കൊണ്ടുവരാം. ബിക്കോസ് നമുക്കിത് ഏത് രീതിയിലും മോൾഡ് ചെയ്ത് എടുക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പും ഫോമും നമുക്ക് മാറ്റാവുന്നത് കൊണ്ട് തന്നെ ടെറക്കോട്ട ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. മഡ് ഒരു ബ്രീത്തിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഹോൾ ബിൽഡിങ്ങിനെ നമുക്കൊരു ബ്രീത്തിങ് ബിൽഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. വാം ആയിട്ടുള്ള ക്ലൈമറ്റിൽ നമ്മുടെ ആ ഒരു മൊത്തം ഒരു ടെമ്പറേച്ചർ ഭയങ്കര കൂളായിട്ട് ഇൻസൈഡിൽ കീപ്പ് ചെയ്യാനും, അതുപോലെ തിരിച്ച് വിൻ്റർ ആവുന്ന സമയത്ത് നമുക്കൊരു വാം ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാനും മഡ് ആർക്കിടെക്ചർ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് അതിൻ്റെ ആ പോറസ് നേച്ചറാണ് ആർക്കിടെക്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പരിമിതികളുണ്ട്, പെട്ടെന്ന് വലിഞ്ഞു പോകും. ക്ലേയിലാകുമ്പോൾ നമുക്ക് ടൈം കുറെ 2 ദിവസം എടുത്തായാലും എടുത്ത് ചെയ്യാൻ പറ്റും. 10 ലക്ഷത്തോളം ആളുകൾ ജോലി ചെയ്തിരുന്നൊരു മേഖലയാണ്. കുടുംബങ്ങളായിരുന്നു അത്രയും സ്ഥലം. നമ്മൾ തിരുവനന്തപുരം പാറശാല മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോളനികൾ ഇന്നും കോളനികളായിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 5% താഴെ ആളുകൾ മാത്രമായി പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണിയാൽ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5000 കുടുംബങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അത്രയും ആയി ചുരുങ്ങി കഴിഞ്ഞു. കാരണന്മാരായിട്ട് കണ്ടത് ഞങ്ങൾ കഞ്ഞി കുടിച്ചത് അതുകൊണ്ടാണ്. അവർ പണിയെടുത്തത് ലാസ്റ്റ് തലയൊക്കെ പെട്ടായി കലങ്ങോട്ട് ഏറ്റിട്ട് 1969 അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ പോട്ട ഉറുമ്പുംകുന്ന് അപ്പുറം വരെ പോവും ഒരു കൊട്ട കലം കൊണ്ട്. അത് നടന്ന് വിറ്റൊക്കെയാണ് കുടുംബം ജീവിച്ചേർന്നത്. എനിക്ക് ഉണ്ടാവുന്ന ഒരു വേറൊരു അഡ്വാൻറ്റേജും ഇതൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ ഇപ്പം എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ അവർ ഈ ഒരു ഫീൽഡിലോട്ട് വരാത്തതും എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ തന്നെ കുറവാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വളരെ കുറവാണ്. പിന്നെ അത് മെയിൻലി അവർ പറഞ്ഞ പോലെ ആ ഒരു റീസൺസ് ഉണ്ട്, അവർക്ക് ഓരോരുത്തർക്ക് ഓരോ റീസൺസ് ഉണ്ട് ഇത് ചെയ്യാത്തതിനും. പക്ഷെ അത് എനിക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ കോമ്പറ്റീഷൻ ഇല്ല ഈ ഫീൽഡിൽ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിലനിൽക്കാനുള്ള ബുദ്ധിമുട്ട്, ഈ മാധ്യമങ്ങളിലെ അതായത് ക്ലേ പോലുള്ള മാധ്യമങ്ങളിലെ ലഭ്യത കുറവ്, അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട രീതിയിലൊരു പരിഗണന സമൂഹം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു രീതിയിലൊക്കെ ആലോചിക്കുമ്പോൾ പലരും തൊഴിൽ നിർത്തി പോകുന്ന ആൾക്കാരുണ്ട്. ഇത് എല്ലാ കലകളും പോലെ തന്നെ പാത്ര ശില്പ നിർമ്മാണത്തിൽ നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാമ്പത്തികമായിട്ട് കിട്ടുന്നതിനേക്കാൾ ഒരു സുഖം കിട്ടുന്നൊരു സംഭവമാണ്. നമ്മളൊരു സാധനം ഉണ്ടാക്കി ഒരു പ്രൊഡക്റ്റ് നല്ലത് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു തൃപ്തി. വുഡിലുള്ള പല വർക്കുകളും എൻ്റെ ഈ പുഴുകുത്തി അതുപോലെ തന്നെ ചതല് പിടിച്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ മണ്ണി ചെയ്ത ഒരു വർക്കും നശിച്ചു പോയിട്ടില്ല.